ഹൈന്ദവ ധർമ്മത്തിൽ കഴിഞ്ഞ വാരത്തിലായി ഗർഭാധാനം മുതലായുള്ള സംസ്കാരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സംസ്കാരമായ ഗർഭാധാനത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തതായി വരുന്നതാണ് സീമന്തോനയനം എന്നുള്ളതായിരിക്കുന്ന സംസ്കാരം. ഗർഭോത്പാദനം മുതൽക്ക് തുടങ്ങും ഗർഭപിണ്ഡത്തിന്റെ വളർച്ച. ഈ വളർച്ചയുടെ തികവ് ഉടലും കൈകാലുകളും മറ്റ് അവയവങ്ങളും വ്യക്തീഭവിക്കൽ, ഇതെല്ലാം തന്നെ സീമന്തോനയന കാലമായി എന്നതിനെ കുറിക്കുന്നു എന്നാണ് പറയുന്നത്. സീമന്തോനയനം, മാതാവിന്റെ സീമന്തത്തെ രണ്ടായി വകഞ്ഞിടൽ 7-ാം മാസത്തിലാണ് നടത്തേണ്ടത്. അതിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ കുഞ്ഞിന്റെ വളർന്നു വരുന്ന കോശങ്ങൾക്ക് താളക്രമമൊത്തതും ആരോഗ്യകരവുമായ സ്പന്ദങ്ങളെ ഉളവാക്കുന്നു. ഈ കാലത്താണ് ഗർഭസ്ഥ ശരീരത്തിലേക്ക് ജീവൻ പ്രവേശിക്കുന്നത്. കലലഗന അങ്കുര അസ്ഥി ചർമാങ്കജ ചേതനദാഹ എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം പറയുന്നുണ്ട്. ആദ്യത്തെ മാസത്തിൽ ഗർഭത്തിലെ ശുക്ല ശോണിതങ്ങൾ കൂടി കലരുന്നു എന്നാണ് പറയുന്നത്. 2-ാം മാസത്തോടുകൂടി ആർദ്രമായ ആ ശുക്ല ശോണിതങ്ങൾ കട്ടിയാകുന്നു. 3-ാം മാസത്തിൽ കാല്, കയ്യ് മുതലായുള്ള അവയവങ്ങൾ രൂപാന്തരപ്പെട്ടു വരുന്നു. ഈ 3-ാം മാസത്തിലാണ് സ്ത്രീ പുരുഷ ഭേദം തീർച്ചയാകുക. 4-ാം മാസത്തിൽ അസ്ഥികൾ ഉണ്ടാകുന്നു. 5-ാം മാസത്തിൽ ചർമ്മം അഥവാ തൊലിയും. 6-ാം മാസത്തിലാകട്ടെ രോമങ്ങളും നഖാദികളുമെല്ലാം തന്നെ ഉദ്ഭവിക്കുന്നു. 7-ാം മാസത്തിൽ ചേതന അഥവാ സുഖദുഃഖാദി ജ്ഞാനം ഉണ്ടാകുന്നു, ജീവൻ വയ്ക്കുന്നു എന്നർത്ഥം. ആനി ബസന്റ് പറയുന്നുണ്ട്, ശാശ്വത പരമാണു ശുക്ലത്തിലേക്ക് കടന്ന് ഒരു ബീജപരമാണുവുമായി കൂടിച്ചേർന്ന് നിൽക്കുന്നു. ആ പരമാണുവിനെ മറ്റ് പരമാണുക്കളോടുകൂടി ഇണക്കിക്കോർത്ത സൂത്രത്തിന്റെ സ്ഥൂലകോശം 4-ാം മാസത്തിൽ പൂർണ്ണതയെ പ്രാപിക്കും. അതോടുകൂടി ജീവാത്മാവിൽ നിന്നും ഒരു ജീവിത പ്രവാഹം അതിലേക്ക് വ്യാപിക്കുകയും കുട്ടി ഇളകാൻ തുടങ്ങുകയും ചെയ്യുന്നു. പരമാണുക്കളെ ഇണക്കിക്കോർക്കുന്ന സൂത്രത്തിന്റെ ചുറ്റുമുള്ളതായിരിക്കുന്ന കോശം ഉണ്ടായി വരുന്നതുവരെ ജീവന് ഗർഭപിണ്ഡത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഇതുമുതലൊക്കെ ജീവന്റെ പ്രാണമയ കോശവും മനോമയ കോശവും ഭൂവർലോക സ്വർലോക സംബന്ധികളായ ശരീരങ്ങൾ ഗർഭപിണ്ഡവുമായി തികച്ചും സംബന്ധപ്പെടുവാൻ തുടങ്ങും. ഈ സ്ഥിതിയിൽ എത്തുന്നതുവരെ ഗർഭവളർച്ച ശാശ്വത പരമാണുവിന്റെ അസാന്നിധ്യത്തിൽ തന്നെ തനിയെ ഉണ്ടായി വരുന്നതാണ്. ഈ ശാശ്വത പരമാണുവിന്റെ അഭാവം ഗർഭം അലസിപ്പോകുവാനുള്ള സാധ്യത കൂട്ടുന്നു എന്നാണ് ആനി ബസന്റിന്റെ അഭിപ്രായം. ഗർഭവളർച്ച 7-ാം മാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ലഘുപിണ്ഡത്തിന്റെ വളർച്ചയ്ക്ക് ശക്തി കൂടുകയും മനുഷ്യ ശരീരത്തിന്റെ പ്രവൃത്തികളെ സ്വയമേവ ചെയ്യാൻ കഴിയുമാറ് അത് വേർതിരിഞ്ഞ് സ്വതന്ത്ര ജീവിതത്തെ നയിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ഗർഭപിണ്ഡത്തിന് മനുഷ്യ ശരീരമായി തീരാൻ ആവശ്യമുള്ളതായിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും കൈവന്നുകൊള്ളും. ആ സമയത്തിൽ അതിനെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാനുള്ളതാണത്രേ സീമന്തോനയനം എന്നുള്ളതായിരിക്കുന്ന ഈ സംസ്കാരം. അടുത്തതായി വരുന്ന സംസ്കാരമാണ് പുംസവനം എന്നുള്ളത്. മനുഷ്യ ജനനമാണ് പുംസവനത്തിന്റെ ഫലം. പക്ഷേ ഇപ്പോൾ പരക്കെ പ്രചാരത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസം എന്നുള്ളത് പുംസവനം എന്നാൽ ആൺകുട്ടി ഉണ്ടാകുവാൻ വേണ്ടി അനുഷ്ഠിക്കുന്ന സംസ്കാരമാണ് എന്നാണ്. വാസ്തവത്തിൽ പുംസവനം പുരുഷപ്രജ ഉണ്ടാകാൻ വേണ്ടി ചെയ്യപ്പെടുന്നതായ കർമ്മമല്ല. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രൂണം മനുഷ്യത്വത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനും മുൻപ് കഴിഞ്ഞു പോയിരുന്നതായ പക്ഷി മൃഗാദി ജന്മങ്ങളിലേക്ക് പതറിപ്പോകാതിരിക്കാനും വേണ്ടിയാണ് ഈ കർമ്മം അനുഷ്ഠിക്കുന്നത്, അല്ലാതെ പുരുഷപ്രജ ഉണ്ടാകാൻ വേണ്ടിയല്ല. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത് പുരുഷപ്രജ ഉണ്ടാകുവാനുള്ള കർമ്മമാണെങ്കിൽ ഈ സംസ്കാരത്തിന്റെ ഫലമായി എല്ലാ കുട്ടികളും പുരുഷനായാൽ സ്ത്രീ പ്രജകളുടെ അഭാവം കൊണ്ട് വംശനാശം തന്നെ സംഭവിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. എങ്കിലും ചിലർ വാദിക്കുന്നത് പുംസവനം എന്നുള്ളതായിരിക്കുന്ന ശബ്ദത്തിലെ പും എന്നുള്ളതായിരിക്കുന്ന ശബ്ദത്തിന്റെ അർത്ഥം പുരുഷൻ എന്നല്ലേ എന്നാണ്. തീർച്ചയായുമല്ല. പുംസവനത്തിലെ പും എന്നുള്ളതായിരിക്കുന്ന ശബ്ദത്തിന് മനുഷ്യൻ എന്നാണ് അർത്ഥം, പുരുഷൻ എന്നല്ല. പുംസവനം സാധാരണ സീമന്തത്തിന് മുമ്പായാണ് നിർവഹിക്കുക. ജീവാത്മാവ് ഗർഭസ്ഥ ശരീരത്തിൽ പാർപ്പുറപ്പിക്കുന്നതാണ് ഈ സംസ്കാരത്തിന്റെ കാലം. ഇത് ഓരോ ജീവാത്മാവും പരിണാമഗതിയിൽ പിന്നിട്ട് പോന്നിരുന്നതായ പലതരം ഭാവവിശേഷങ്ങളെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു.
ചുരുക്കി പറഞ്ഞാൽ ഓരോ ജീവാത്മാവും ഗർഭാശയത്തിൽ വെച്ച് താൻ അതുവരെയായി കടന്നു പോന്നിട്ടുള്ളതായിരുന്ന ഗർഭാശയങ്ങളുടെ എല്ലാം തന്നെ സംക്ഷേപത്തെ അനുസ്മരിക്കുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു. ഓരോ മനുഷ്യാത്മാവും സസ്യവർഗത്തിലെയും പക്ഷി മൃഗാദി വർഗത്തിലെയും സ്വന്തം രൂപങ്ങളായിരുന്നവയെ കഴിഞ്ഞ ജന്മങ്ങളിലെ രൂപങ്ങളെ മാനുഷിക ഗർഭാശയത്തിൽ വെച്ച് സംക്ഷിപ്തമായി ആവർത്തിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയട്ടെ. സീമന്തോനയനത്തിന് ശേഷം ഗർഭപിണ്ഡം ശരീരം വളർന്നു വരുന്നതോടുകൂടി തൻ്റെ കഴിഞ്ഞു പോയ ഗർഭാശയവാസങ്ങളുടെ എല്ലാം തന്നെ സംക്ഷിപ്ത വിവരണത്തെക്കുറിച്ച് കാണിക്കാറുണ്ട്. ഈ അനുകരണം ജീവന്റെ ഗർഭാശയ പ്രവേശനത്തിന് ശേഷവും നിലനിന്നു എന്ന് വരാം. അപ്പോഴത്തെ സംസ്കാരമാണ് പുംസവനം എന്നുള്ളത്. കീത്ത് എഴുതി കാണുന്നു, 7-ാം മാസത്തിൽ മനുഷ്യന്റെ തലച്ചോറിലെ വിതളങ്ങളൊക്കെ കുരങ്ങന്റെ ഊർധ്വ മസ്തിഷ്കത്തിലെ വിതളങ്ങളോടുള്ള ഒരു മഹത്തായ സംഭവം വെളിപ്പെടുന്നു. 7-ാം മാസത്തോടുകൂടി ചാർമത്തിലുള്ള ന്യൂറോബ്ലാസ്റ്റുകളുടെ എണ്ണം മുഴുമിക്കുകയും ചെയ്യും. അതിനുശേഷം ദന്തരിതങ്ങൾക്കും പിഷ്ടവത്തുകൾക്കും മാത്രമേ വളർച്ച ഉണ്ടാകുന്നുള്ളൂ. ഈ ഘട്ടത്തിലാണ് ഗർഭസ്ഥ ശിശുവിന് ആലോചനാശക്തി ഉണ്ടാകുന്നത്. അന്നമയ പ്രാണമയ കോശങ്ങൾ മാതൃഗർഭത്തിൽ വെച്ച് ഉണ്ടായി വരുന്ന ഈ 3-ാം മാസത്തിലാണ് ഇപ്പോൾ പുംസവനം നടത്തപ്പെടുന്നത്. ആദാന പുംസവന സീമന്തങ്ങൾ മാതാവിനെയും ശിശുവിനെയും സംരക്ഷിക്കുകയും ശിശുവിന്റെ വളർന്നു വരുന്ന കോശങ്ങൾക്ക് സഹായങ്ങളായ സ്പന്ദങ്ങളെ ഉളവാക്കുകയും ചെയ്യുന്നു.